നോക്കാലോ. ഇത് ഹായ് നോക്കട്ടെ. നമുക്കിതൊക്കെ വെച്ച് പൊളിക്കാം. എവിടെ ഞാൻ നോക്കട്ടെ. ആ എവിടെ ഞാൻ നോക്കട്ടെ. വേറെയുണ്ട്. മോളെ മോളെന്താ ഈ മുറിയില്? അവരൊക്കെ അപ്പുറത്ത് നിൽക്കുകയാണല്ലോ. ഞാൻ വെറുതെ കളിപ്പാട്ടം നോക്കാൻ വന്നതാ. അതൊക്കെ അപ്പുറത്താ. ഇനി ഈ മുറിയിൽ കേറരുത് കേട്ടോ. മോളെ അപ്പുറത്തേക്ക് പൊയ്ക്കോ. എന്റെ ഈശ്വരാ, ആ കൊച്ചി മുറി കയറിയത് മാഡം എങ്ങനെ അറിഞ്ഞോ എന്നെ നിർത്തി പൊരിക്കും. ഇത് നിന്റെ ബാഗിൽ വെക്കി. ബാക്കിയെല്ലാം അവരവരെ ബാഗ് വെച്ചോ. എനിക്ക് ആവശ്യമുള്ളതൊക്കെ ഞാൻ എന്റെ ബാഗിൽ വെച്ചിട്ടുണ്ട്. എന്റെ ബാഗിൽ ഇനിയും സ്ഥലമുണ്ട്. വേണമെങ്കിൽ ഇതിനകത്ത് കുറച്ചും കൂടെ വെക്കാം. അല്ല, നമ്മൾ എന്തിനാ ഈ കളിപ്പാട്ടങ്ങളെല്ലാം കൂടെ കൊണ്ടുപോകുന്നത്? കളിപ്പാട്ടം വെച്ച് കളിക്കാനാണെങ്കിൽ ഇവിടെ ഇരുന്നാ പോരെ. അവിടെ ചെന്ന് കളിക്കാൻ എന്റെ കയ്യിലൊരു ഉഗ്രൻ പ്ലാൻ ഉണ്ട്. നിന്റെ അമ്മ പറഞ്ഞ പിക്നിക് സ്പോട്ട് ഒരുപാട് ആളുകൾ വരുന്ന സ്ഥലമാണോ? അതൊക്കെ അമ്മയ്ക്ക് മാത്രമേ അറിയൂ. എന്തായാലും നിങ്ങൾ വേഗം റെഡിയാവും. നമുക്ക് പോണ്ടേ? മോൾക്ക് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ അല്ലേ? അവൾ ആദ്യമായിട്ടാ ഒരു ദിവസമെങ്കിലും ഇവിടുന്ന് മാറി നിൽക്കുന്നത്. ഒറ്റയ്ക്കല്ലല്ലോ, ഫ്രണ്ട്സൊക്കെ കൂടെയില്ലേ, പിന്നെന്തിനാ പേടിക്കുന്നേ? എന്നാലും അന്യ വീടല്ലേ, കുട്ടികൾ എന്തൊക്കെ കുസൃതികൾ ഉണ്ടാക്കുന്നു ആർക്കറിയാം. എന്റെ അമ്മേ, അങ്ങനെ അനാവശ്യമായ കുസൃതിയൊന്നും അവള് കാണിക്കില്ല. പിന്നെ മറ്റൊരു വീട്ടിൽ ചെന്നാൽ പെരുമാറേണ്ട മാനേഴ്സൊക്കെ അവൾക്കറിയാം. സമൃദ്ധയുടെ തലവേദനയാണെന്നും പറഞ്ഞ് മുറിയിലിരിപ്പുണ്ട്. മോള് പോയതിന്റെ വിഷമം കൊണ്ടായിരിക്കും. ഇത്രയ്ക്ക് വിഷമിക്കേണ്ട കാര്യം എന്തിരിക്കുന്നു? ഒരു ദിവസം കഴിഞ്ഞാ അവളിങ്ങി വരില്ലേ? നീ അറിയുന്നു. ഓ, ഞാൻ പറഞ്ഞത് അവനത്ര ഇഷ്ടപ്പെട്ടില്ലാന്ന് തോന്നുന്നു. ഞാൻ ചോദിച്ചതിൽ എന്താ തെറ്റ്? ഒരു ദിവസം കൊച്ചൊന്ന് മാറി നിന്നപ്പോഴേക്കും ഇത്രയ്ക്ക് സങ്കടമാണെങ്കിലേ നാളെ ഈ കൊച്ച് അവളുടെതല്ലെന്ന് അറിയുമ്പോ എന്തായിരിക്കും? നിർത്തടി, നിന്റെ നാവ് കുറച്ച് അടക്കി വെക്കുന്നത് നിനക്ക് നല്ലത്. കഴിഞ്ഞ ദിവസം കിട്ടിയതിന്റെ ചൂട് മറന്നിട്ടില്ലല്ലോ. അതെ, എനിക്ക് അത് തന്നെ കിട്ടണം. അമ്മയുടെ കരച്ചിലും പിഴിച്ചിലും കണ്ട് അവരെ തമ്മില് ഒന്നിപ്പിക്കാൻ ഞാനൊരു ശ്രമം നടത്തി നോക്കി. കറക്റ്റ് സമയം വന്നപ്പോ അതെല്ലാം കൂടി എന്റെ തലയിലേക്ക് ഇട്ടിട്ട് അമ്മ കാല് മാറുകയും ചെയ്തു.
അല്ലെങ്കിലും അമ്മയ്ക്ക് കൂറ് സ്വന്തം മോനോട് മാത്രമാണല്ലോ. ദേ, കൈനീട്ടി ഒരെണ്ണം തന്നാലുണ്ടല്ലോ, അവര് രണ്ടുപേരും കൂടി ഒരുമിച്ച് ജീവിക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളൂ. അല്ലാതെ ഉറക്ക ഗുളിക കൊടുത്ത് മയക്കി അവളെ കൊണ്ടുപോയി അവന്റെ മുറി കിടത്താൻ നിന്നോട് ഞാൻ പറഞ്ഞു. അതിനൊരെണ്ണം നിനക്ക് കിട്ടിയതിൽ ഒരു തരക്കേടുമില്ല. ഒരാഴ്ച പോലെ ശബ്ദം കേൾക്കുന്നില്ലേ? ഒരു നിലവിളി പോലെ. എന്റെ മോളുടെ ശബ്ദം പോലെ എനിക്ക് തോന്നിയതാ. എന്റെ ചെവി കൊട്ടി അടയ്ക്കുന്നു കേട്ടോ. അവള് പോയപ്പോ മുതൽ തുടങ്ങിയതാ ഈ മൂളലും പുരൾച്ചയും കരച്ചിലും എല്ലാം. ഇതൊന്നും വെറുതെ അല്ല, എന്തോ സംഭവിക്കാൻ പോകുന്നതിന് മുന്നോടിയാ. അതിനു മുമ്പ് എനിക്ക് എന്റെ മോളെ കൊണ്ടുവരണം. എടോ, മോക്കൊരു കുഴപ്പമില്ല. തനിക്കെന്തോ വയ്യാഴികയുണ്ട്. നമുക്കൊന്ന് ഹോസ്പിറ്റലിൽ പോവാം. അമ്മേ, എനിക്ക് ഹോസ്പിറ്റലൊന്നും പോകണ്ട. എന്റെ മോളെ കാണാതെ എനിക്ക് ഇരിക്കാൻ പറ്റില്ല. എനിക്ക് പറ്റില്ല. അല്ലെങ്കിൽ വേണ്ട, അവളെ വിളിക്ക്. ഇപ്പൊ തന്നെ വിളിക്ക്. ഞാൻ പറയാം അവളോട് തിരിച്ചു വരാൻ. എന്റെ മോളെ ആരും തൊടാൻ ഞാൻ സമ്മതിക്കില്ല. സമ്മതിക്കില്ല, സമ്മതിക്കില്ല. ഞാനുണ്ട് അവക്ക്. എന്റെ മോക്ക് ഞാനുണ്ട്. ഗൂഗിൾ, അവളെ വിളിക്ക്. വിളിക്കാം. എന്റെ മോള് കാണാതെ എനിക്ക് പറ്റില്ല. എനിക്ക് പറ്റില്ല. അമ്മേ, എന്റെ മോള് വിളിക്ക്. ഗൂഗിൾ, അവളെ വിളിക്ക്. എനിക്ക് അവളെ കാണണം. മോളെ എനിക്കിപ്പോ തന്നെ കാണണം. ഞാൻ വിളിക്കാം, മോളെ വിളിക്കാം. നമുക്ക് അതിനു മുമ്പ് ഹോസ്പിറ്റലിൽ പോവാം. അമ്മേ, അമ്മേ, അവളില്ലാതെ എനിക്ക് പറ്റില്ല. നമുക്ക് വിളിക്കാം, മോളെ കാണാം. ഹോസ്പിറ്റലിൽ പോയിട്ട് വന്നിട്ട് മോളെ കാണാം. വാ, സൂക്ഷിച്ച്.